ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കം വേഗത്തിലാക്കാൻ UDF നേതൃയോഗം തീരുമാനിച്ചു. ഘടകകക്ഷികൾ തമ്മിലെ സീറ്റ് ചർച്ച, തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപവൽക്കരണ നടപടികൾ എന്നിവ ജനുവരിയിൽ തന്നെ പൂർത്തിയാക്കും. 25, 29, 30, 31 ഫെബ്രുവരി 1 തീയതികളിലാണ് ഘടകകക്ഷികളുമായുള്ള കോൺഗ്രസിന്റെ സീറ്റ് വിഭജന ചർച്ച. ആദ്യം മുസ്ലിം ലീഗുമായും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു പാർട്ടികളുമായുമാണ് ചർച്ച. സീറ്റ് നിലയിൽ കാര്യമായ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. കഴിഞ്ഞ തവണ ലീഗ് 2-ലും കേരള കോൺഗ്രസ്, RSP എന്നിവ ഓരോ സീറ്റിലും മത്സരിച്ചു. ബാക്കി 16 സീറ്റിലും കോൺഗ്രസ് ആണ് മത്സരിച്ചത്. ലീഗ് 3 സീറ്റ് ചോദിക്കാനിടയുണ്ട്. അധിക സീറ്റിനുള്ള അവകാശവാദം അംഗീകരിക്കുമ്പോൾ തന്നെ പാർലമെന്റിൽ കോൺഗ്രസ് സീറ്റ് എണ്ണം പരമാവധി കൂട്ടണമെന്ന രാഷ്ട്രീയ സാഹചര്യം ചൂണ്ടിക്കാട്ടി വിട്ടുവീഴ്ച വേണമെന്നായിരിക്കും കോൺഗ്രസ് നിലപാട്. അത് ലീഗും അംഗീകരിക്കാനാണ് സാധ്യത. 3-ാം സീറ്റിന് ലീഗ് ഇതുവരെ ഔദ്യോഗിക ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. കേരള കോൺഗ്രസ് മുന്നണി വിട്ട സാഹചര്യത്തിൽ കോട്ടയം ജോസഫ് ഗ്രൂപ്പ് ആവശ്യപ്പെടും. RSPക്ക് കൊല്ലം സീറ്റ് തന്നെയാകും. മുന്നണിയിലെ സീറ്റ് വിഭജനം പൂർത്തിയാകുന്നതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും നടക്കും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുമെന്നാണ് സൂചന. കണ്ണൂരിൽ K സുധാകരൻ മാറിയേക്കും. മറ്റ് സിറ്റിംഗ് MPമാർ മിക്കവരും മത്സരിക്കാനാണ് സാധ്യത. ജനുവരി 31 മുമ്പ് എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപവത്കരിക്കും. ഫെബ്രുവരി 10 അസംബ്ലി തലത്തിലും 20 മണ്ഡലം തലത്തിലും മാർച്ച് 5 മുമ്പ് ബൂത്ത് തലത്തിലും കമ്മിറ്റികൾ ഉണ്ടാകും. സർക്കാരിനെതിരെ UDF സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ്സ് വിജയിച്ചെന്ന് യോഗം വിലയിരുത്തി. 31 മുമ്പ് സദസ്സുകൾ പൂർത്തിയാക്കാനും ധാരണയായിട്ടുണ്ട്.